now? If x plus y equal to pi by 4, then prove that 1 plus tan x into 1 plus tan y equal to 2. Hence, deduce tan pi by 8. Tan pi by 8 കണ്ടുപിടിക്കുന്നു. അപ്പോൾ അവിടെ നമുക്ക് തന്നേക്കുന്നത് എന്താ? x plus y equal to pi by 4 എന്ന് തന്നിട്ടുണ്ട്. Pi by 4 എന്ന് പറയുമ്പോൾ 45. Then 1 plus tan x into 1 plus tan y equal to 2 എന്ന് പ്രൂവ് ചെയ്യാം. എന്ന് പറയുമ്പോൾ tan of x plus y equal to നമുക്ക് എന്താ എഴുതാം? tan x plus tan y divided by 1 minus tan x into tan y വിളിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ x plus y ക്ക് പകരം pi by 4 കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടി? tan pi by 4 equal to tan x plus tan y divided by 1 minus tan x into tan y. Tan pi by 4 ന്റെ വാല്യൂ 1 കൊടുത്തിട്ടുണ്ട്. Tan pi by 4 ന് 1 കൊടുക്കുക. That is 1 equal to tan x plus tan y divided by 1 minus tan x into tan y. Cross multiply ചെയ്യാം. Cross multiply ചെയ്യുമ്പോഴോ 1 minus tan x into tan y equal to tan x plus tan y കിട്ടും. ഇനി എന്നിട്ട് മൈനസ് tan x into tan y അപ്പുറത്ത് കൊണ്ടുപോവാം. അപ്പോ 1 equal to tan x plus tan y plus tan x into tan y. ഇനി ഈ രണ്ട് ടേമിൽ നിന്ന് കോമൺ ആയിട്ട് tan y പുറത്തെടുക്കാം. അപ്പൊ 1 equal to tan x plus ഈ രണ്ട് ടേമിൽ നിന്ന് കോമൺ ആയിട്ട് tan y നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ ബാക്കി 1 വരും അല്ലെ? പ്ലസ് ഇവിടെ ആണെങ്കിലോ tan x എന്ന് കിട്ടും. 1 plus tan x tan y into 1 plus tan x. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു 1 plus tan x ആയിരുന്നെങ്കിൽ ഈ ടൈമിൽ ഒരു 1 plus tan x ആയിരുന്നെങ്കിൽ രണ്ടിനും 1 plus tan x പുറത്തേക്ക് എടുക്കായിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ രണ്ട് സൈഡിൽ ഒരു 1 ആഡ് ചെയ്യാം. ആഡ് 1 ആഡ് ചെയ്യുമ്പോ 1 plus 1 equal to 1 plus tan x plus tan y into 1 plus tan x. ഇപ്പൊ ഈ 1 plus tan x നമ്മൾ എന്നിട്ട് ഒരുമിച്ചെടുക്കുക. രണ്ട് സൈഡിൽ ഓരോ 1 ആഡ് ചെയ്തു. അപ്പൊ ഇത് 1 plus tan x ആയി. ഇപ്പൊ രണ്ടിന്ന് 1 plus tan x കോമൺ എടുക്കാലോ. അപ്പൊ 1 plus 1 2 equal to ഈ രണ്ട് 1 ആഡ് ചെയ്യുമ്പോൾ 2 കിട്ടി. 2 equal to ഇതിന്ന് രണ്ടിന്നും കോമൺ ആയിട്ട് 1 plus tan x പുറത്തേക്ക് എടുക്കണം. ഓക്കെ, 1 plus tan x പുറത്തെടുക്കുമ്പോൾ ഇവിടുന്ന് 1 plus tan x എടുത്ത ബാക്കി 1 കിട്ടും. പ്ലസ് ഇവിടുന്ന് 1 plus tan x പുറത്തെടുക്കുമ്പോൾ ബാക്കി tan y എന്ന് വരും. ഓക്കെ, അപ്പൊ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് ആയി നോക്കി 1 plus tan x into 1 plus tan y equal to 2 കിട്ടി. എന്നിട്ട് ഹെൻസ് ഡെഡ്യൂസ് tan pi by 8 കണ്ടുപിടിക്കുക. അവിടെ എന്നിട്ട് എന്ത് കണ്ടുപിടിക്കണം? tan pi by 8 ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. tan pi by 8 ന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് അവിടെ എന്ത് ചെയ്താൽ മതി? ഇതില് എക്സിനും വൈക്കും പകരം tan pi by 8 എന്ന് കൊടുക്കാം. എക്സ് പുട്ട് എക്സ് ഈക്വൽ ടു അല്ലെ tan pi by 8 plus tan pi by 8 ആണ്. pi by 8 plus pi by 8 ആണ് എന്ത് കിട്ടുന്നത്? pi by 4 കിട്ടുന്നത്. pi by 8 plus pi by 8 ആണ് pi by 4 കിട്ടുന്നത്. അപ്പൊ ഇതിലേക്ക് എക്സിനും വൈക്ക് പകരം എന്ത് കൊടുത്താൽ മതി? പുട്ട് എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു pi by 8 എന്ന് കൊടുക്കാം. ഓക്കെ, അല്ലെ നോക്കിയേ, എക്സിനും വൈക്കും പുട്ട് എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു pi by 8. അപ്പൊ എക്സ് പ്ലസ് വൈ എന്താ കിട്ടണേ? pi by 8 പ്ലസ് pi by 8 എന്ന് പറയുമ്പോൾ 2 pi by 8 അല്ലെ? ഒരു pi by 8 ഒരു pi by 8 കൂടി ആഡ് ചെയ്ത് 2 pi by 8 അല്ലെ? 2 pi by 8 എന്ന് പറയുമ്പോൾ pi by 4 കിട്ടും. ഓക്കെ, pi by 4 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് പ്രൂവ് ചെയ്തു. 1 plus tan x into 1 plus tan y equal to 2 എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇതിൽ നിന്ന് എന്ത് ഡെഡ്യൂസ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? tan pi by 8 കാണാനായിട്ട്. അപ്പൊ ഇവിടെ പുട്ട് x equal to y equal to pi by 8 എന്ന് കൊടുക്കുക. That is 1 plus tan pi by 8 into 1 plus tan
pi by 8 equal to 2. 1 plus tan pi by 8 into 1 plus tan pi by 8 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 1 plus tan pi by 8 whole square എന്ന് എഴുതാം equal to 2. രണ്ട് സൈഡും സ്ക്വയർ റൂട്ട് എടുക്കാം. That is 1 plus tan pi by 8 equal to root 2 എന്ന് കിട്ടി. Or tan pi by 8 equal to root 2 minus 1. അല്ലെങ്കിൽ 1 അപ്പുറത്തോണ്ട് പോരെ root 2 minus 1 കിട്ടും. Tan pi by 8 ന്റെ value. Okay. Then next question now. Prove that sin 5x plus sin 3x divided by cos 5x plus cos 3x equal to tan 4x. നമ്മൾ വേറൊരു ക്വസ്റ്റ്യനിൽ പ്രൂവ് ചെയ്തത് അത്. അപ്പൊ അത് തന്നെ ഒന്നുകൂടി നോക്കിയാലേ അല്ലെ? sin x plus sin y യും cos x plus cos y എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്യണം. Then അടുത്ത് തന്നേക്കുന്നത് എന്താ? പ്രൂവ് ദാറ്റ് 3 sin pi by 6 cosec pi by 3 sec by 3 cosec അല്ല ഓക്കേ sec by 3 sec pi by 3 minus 4 sin 5 pi by 6 into cot pi by 4 അതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ അത് ഇതിനകത്ത് നമുക്ക് sin pi by 6 sin 30യുടെ വാല്യൂ അറിയാം 1/2 കിട്ടും അല്ലെ? cos pi by 3 എന്ന് പറയുന്നത് ഈക്വൽ ടു 1/2 ആ. അപ്പോ sec pi by 3യോ ഇതിന്റെ റെസിപ്രോക്കൽ കോസിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതിയോ sec കിട്ടാനായിട്ട് 2 കിട്ടും. ഇനി sin 5 pi by 6 ന്റെ വാല്യൂ ആണ് എന്ന് പറഞ്ഞാൽ sin ഓഫ് pi minus pi by 6 എന്ന് എഴുതാം. 5 pi by 6 എന്ന് പറയുമ്പോൾ pi minus pi by 6 അല്ലേ കിട്ടുന്നത്? 180 180 മൈനസ് 30 pi by 6 എന്ന് പറഞ്ഞാൽ 30. അതാണല്ലോ എന്ത് കിട്ടുന്നത്? 5 pi by 6 ന്റെ വാല്യൂ 150 കിട്ടുന്നത്. 180 എന്ന് പറയുമ്പോൾ 2 into 90 അല്ലേ? 2 into 90 മൈനസ് തീറ്റ 2 into ഈവൻ മൾട്ടിപ്പിൾ ഓഫ് 90 ആണെങ്കിൽ സെയിം ഫംഗ്ഷൻ ഓഫ് തീറ്റ എന്ന് തന്നെ കിട്ടും. തീറ്റ എന്ന് പറഞ്ഞാൽ pi by 6 ആ. പിന്നെ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് 180 മൈനസ് തീറ്റ വരുന്നത്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവാ. അപ്പൊ സൈൻ pi by 6 ദാറ്റ് ഈസ് 1/2 എന്ന് കിട്ടി. അപ്പൊ സൈൻ 5 pi by 6 ന്റെ വാല്യൂ സൈൻ pi by 6 ന്റെ വാല്യൂ സെയിം തന്നെയാണ്. Then cot pi by 4 പിന്നെ നമുക്കറിയാം അല്ലെ? cot pi by 4 cot 45 ന്റെ വാല്യൂ 1. ഇതെല്ലാം ഇവിടേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ഈക്വൽ ടു എന്ത് കിട്ടും? 3 into sin pi by 6 1/2 മൈനസ് അല്ലെ into sec pi by 3 sec pi by 3 2 മൈനസ് പിന്നെയോ 4 into 1/2 into 1 equal to 3 into 2 6/2 മൈനസ് ഇവിടെ 4/2 6/2 എന്ന് പറയുമ്പോൾ 3 കിട്ടും മൈനസ് 4/2 എന്ന് പറയുമ്പോൾ 2 കിട്ടും 3 minus 2 equal to 1. അങ്ങനെയല്ലേ പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കണേ. ഇത് വെറുതെ ഡയറക്റ്റ് നമുക്ക് വാല്യൂസ് കൊടുത്ത് ചെയ്യാനുള്ളൂ. ഓക്കെ. Then next question. Prove that cos pi by 4 plus x plus cos pi by 4 minus x equal to root 2 cos x എന്ന് പ്രൂവ് ചെയ്യണം. അവിടെ ഈ cos of x plus y plus cos of x minus y equal to 2 cos x cos y എന്ന് പറയുന്ന ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട് അല്ലെ? cos of x plus y യും cos of x minus y യും കൂടി ആഡ് ചെയ്താൽ 2 cos x into cos y എന്ന് കിട്ടും. അപ്പോൾ അതേപോലെ തന്നെ cos of pi by 4 plus x plus cos of pi by 4 minus x equal to ഇവിടെ എന്താ മാറ്റമുള്ളത് നോക്കി. എക്സിന്റെ സ്ഥാനത്ത് pi by 4 ആണ്, വൈയുടെ സ്ഥാനത്ത് x ആണെന്ന് മാത്രം അല്ലെ? എക്സിന് വരെ pi by 4 വൈക്ക് വരെ x. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? 2 cos എക്സിന് പകരം pi by 4 വൈക്ക് പകരം x എന്നും വരും. ഇങ്ങനെ അല്ലെ? ഡയറക്റ്റ് അതിന്റെ വാല്യൂ കൊടുക്കാനുള്ളൂ. ആ ഫോർമുലയിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനുള്ളൂ. എക്സിന് പകരം pi by 4 വൈക്ക് പകരം x കൊടുത്ത് എഴുതാം. അപ്പൊ ദാറ്റ് ഈസ് 2 into cos pi by 4 1/√2 ആ. cos pi by 4 1/√2 into cos x
2 എന്ന് പറഞ്ഞാൽ √2 ഇൻറ്റു √2 അല്ലെ 2 കിട്ടുന്നത്. അപ്പൊ അതിനകത്ത് ഒരു √2 ക്യാൻസൽ ചെയ്ത് നോക്കോളും. ബാക്കി √2 ഇൻറ്റു cos x എന്ന് കിട്ടും. ഓക്കെ അല്ലെ, അങ്ങനെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കണേ. √2 cos x. അപ്പൊ ആ ഫോർമുല ഓർത്തിരുന്നോളാം. cos of x plus y plus cos of x minus y. 2 cos x cos y. Okay. Then next question of sin 405 degree. അതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. sin 405 ഡിഗ്രി അതിന്റെ വാല്യൂ ഈക്വൽ. അവിടെ എങ്ങനെ വാല്യൂ കാണണേ? സൈൻ ഓഫ് 360 പ്ലസ് 45 ഡിഗ്രി ഇങ്ങനെ എഴുതാം അല്ലെ. 360 360 45 കൂട്ടി എത്രയാ? 405 എന്ന് കിട്ടും. 360 എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ ഒരു റൊട്ടേഷൻ കഴിഞ്ഞ് ഇവിടെ വരും 360. 0 ഇവിടെ വരും, 360യും ഇവിടെ കിട്ടും. 360 പ്ലസ് 45 ഫസ്റ്റ് ക്വാഡ്രന്റാ. 360 എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 90 പ്ലസ് തീറ്റ ഈവൻ മൾട്ടിപ്പിൾ ഓഫ് 90 ആണെങ്കിൽ സെയിം ഫംഗ്ഷൻ ഓഫ് തീറ്റ എന്ന് വരും. പിന്നെയോ 405 എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലെ ആംഗിളാ. അപ്പൊ സൈൻ പോസിറ്റീവ് വരും. അപ്പൊ സൈൻ 45 സൈൻ 45 എന്ന് പറഞ്ഞാൽ 1/√2 എന്ന് കിട്ടും. അപ്പൊ അവിടെ ആൻസർ 2 സെക്കൻഡ് ഓപ്ഷൻ വരും 1/√2. ഇനി അടുത്ത് പറഞ്ഞേക്കുന്നത് എന്താ നോക്കി. സൈൻ x ഈക്വൽ ടു 3/5. എക്സ് ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ്. ഫൈൻഡ് cos x, sec x, tan x ആൻഡ് cot x. അത് കണ്ടുപിടിക്കാനാണ് അല്ലെ. സെക്കൻഡ് ക്വാഡ്രന്റ് നമുക്കറിയാം സൈനും കൊസീക്കും ആണ് പോസിറ്റീവ്. ഓക്കെ, സൈൻ എക്സ് ഈക്വൽ ടു 3/5. അപ്പൊ നമ്മൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുക. ഒരു ആംഗിൾ എക്സ് ആയിട്ട് എടുക്കുക. സൈൻ എക്സ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. അപ്പൊ ഇതിന്റെ അഡ്ജസന്റ് സൈഡ് കണ്ടുപിടിക്കുന്ന എങ്ങനെയാ? ഈ സൈഡ് എങ്ങനെ കാണാം? ദാറ്റ് ഈസ് റൂട്ട് ഓഫ് ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. റൂട്ട് 16 വരും. 16ന്റെ റൂട്ട് 4 എഴുതാം. ബാക്കിയുള്ളതൊക്കെ എങ്ങനെ കാണാം? കോസ് എക്സ് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് അല്ലെ. അഡ്ജസന്റ് സൈഡ് 4 ബൈ ഹൈപ്പോട്ന്യൂസ്. ടാൻ എക്സ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. പിന്നെയോ സീക്ക് എക്സ്. സീക്ക് എക്സ് എന്ന് പറയുമ്പോൾ കോസ് റെസിപ്രോക്കൽ എടുത്താൽ മതിയല്ലോ. കോസിന്റെ റെസിപ്രോക്കൽ. കോട്ടെക്സ് എന്ന് പറയുമ്പോൾ ടാനിന്റെ റെസിപ്രോക്കൽ 4/3. പിന്നെ എക്സ് എന്ന് പറയുന്ന ആംഗിൾ ഏത് ക്വാഡ്രന്റിലാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പ്രത്യേകം നോട്ട് ചെയ്തോളണം. എക്സ് ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റാ. സെക്കൻഡ് ക്വാഡ്രന്റിൽ നമുക്കറിയാം സൈനും കൊസീക്കും പോസിറ്റീവ് ഉള്ളൂ, ബാക്കിയൊക്കെ നെഗറ്റീവാ. അപ്പൊ ഇത് -4/5 എന്ന് കിട്ടും. ഇത് -3/4 -5/4 -4/3. കോസും ടാനും സീക്കും കോട്ടും നെഗറ്റീവ് ആണ് സെക്കൻഡ് ക്വാഡ്രന്റില്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനോ സോൾവ്. സോൾവ് എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം? ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാന്നാ. അവിടെ എക്സിന് കൊടുക്കാൻ പറ്റുന്ന എല്ലാ വാല്യൂവും കണ്ടുപിടിക്കണം. സോൾവ് എന്ന് പറയുമ്പോൾ അതിന്റെ ജനറൽ സൊല്യൂഷൻ കാണാം. അതായത് നമുക്ക് തന്നേക്കണത് സൈൻ 2x മൈനസ് സൈൻ 4x പ്ലസ് സൈൻ 6x ഈക്വൽ ടു 0. അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഏറ്റവും വലിയ ആംഗിളും ഏറ്റവും ചെറിയ ആംഗിളും സൈൻ 6x അല്ല ഏറ്റവും വലുത്, അതും ഏറ്റവും ചെറുത് 2x, അത് രണ്ടും ഒരുമിച്ച് എഴുതുക. മൈനസ് സൈൻ 4x ഈക്വൽ ടു 0. ഇത് ഏത് ഫോമായി? സൈൻ എക്സ് പ്ലസ് സൈൻ വൈ എന്ന് പറയുന്ന ഫോമായി. ആ ഫോമിന്റെ അപ്ലൈ ചെയ്യണം. സൈൻ എക്സ് പ്ലസ് സൈൻ വൈ എന്ന് പറയുമ്പോൾ 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു കോസ് ഓഫ് എക്സ് മൈനസ് വൈ ബൈ 2 മൈനസ് സൈൻ 4x അങ്ങനെ തന്നെ ഈക്വൽ ടു 0. ഇനി ഇത് സോൾവ് ചെയ്യുമ്പോൾ 2 സൈൻ 8x ബൈ 2 എന്ന് പറയുമ്പോൾ 4x കിട്ടും ഇൻറ്റു കോസ് 4x ബൈ 2 എന്ന് പറയുമ്പോൾ 2x കിട്ടും മൈനസ് സൈൻ 4x ഈക്വൽ ടു 0. ഇപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് സൈൻ 4x ഉണ്ട്, പുറത്തേക്ക് എടുക്കാം. സൈൻ 4x ഇൻറ്റു 2 കോസ് 2x മൈനസ് 1 ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ സൈൻ
4x ഈക്വൽ ടു 0 വരാം, 2 cos 2x minus 1 ഈക്വൽ ടു 0 വരാം. സൈൻ 4x 0 ആണെങ്കിൽ ജനറൽ സൊല്യൂഷൻ കാണുന്ന എങ്ങനെയാ? നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈൻ എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എൻ പൈ ആണ് ജനറൽ സൊല്യൂഷൻ കിട്ടുന്നത്. ഇവിടെ എക്സിന് പകരം 4x ആണ്. അപ്പോ 4x ഈക്വൽ ടു എൻ പൈ എന്ന് എഴുതാം, ഓർ എക്സ് ഈക്വൽ ടു എൻ പൈ ബൈ 4 എന്ന് കിട്ടും ജനറൽ സൊല്യൂഷൻ. ഇതിന്റെ ഇവിടെ n ബിലോങ്സ് ടു ഇന്റിജേഴ്സ് വേണം കേട്ടോ, n ബിലോങ്സ് ടു ഇന്റിജേഴ്സ് എഴുതിക്കൊള്ളണം. ഇനി ഇത് സോൾവ് ചെയ്യാം. ഇവിടെ നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാലോ. അപ്പോ 2 cos 2x ഈക്വൽ ടു 1 അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ദെൻ cos 2x ഈക്വൽ ടു 1/2. cos x ഈക്വൽ ടു 0 ആണെങ്കിൽ ജനറൽ സൊല്യൂഷൻ x ഈക്വൽ ടു 2n + 1 × π/2 എന്ന് എഴുതാം. പക്ഷെ ഇവിടെ cos x ഈക്വൽ ടു 0 അല്ല. അപ്പൊ 1/2 കിട്ടുന്ന കോസിന്റെ ആംഗിൾ ഏതാ നോക്കണം അല്ലെ. cos x വരുമ്പോ cos x ഈക്വൽ ടു അപ്പുറത്ത് cos y വരണം, അപ്പുറത്ത് cos ഓഫ് ഒരു ആംഗിൾ ആയിട്ട് കിട്ടണം. 1/2 വരുന്ന കോസിന്റെ ഏത് ആംഗിളിലാ? ഈക്വൽ ടു cos π/6 cos π/6 അല്ലെ, സോറി cos π/3 π/6 അല്ല π/3 എന്ത് കിട്ടുന്നത്? π/3 cos 60 ആണ് 1/2 എന്നത്. അപ്പോ cos x ഈക്വൽ ടു cos y ആയി. ജനറൽ സൊല്യൂഷൻ എന്തെന്നാ? x ഈക്വൽ ടു, ഇവിടെ x ന് പകരം 2x ആ, x ഈക്വൽ ടു 2n പൈ പ്ലസ് ഓർ മൈനസ് y. y എന്ന് പറഞ്ഞാൽ π/3 അല്ലെ. cos x ഈക്വൽ ടു cos y ആണെങ്കിൽ x ഈക്വൽ ടു 2n പൈ പ്ലസ് ഓർ മൈനസ് y എന്നാണ് എന്റെ ജനറൽ സൊല്യൂഷൻ. ഇവിടെ x ന് പകരം 2x ആ അല്ലെ. 2x ഈക്വൽ ടു 2n പൈ പ്ലസ് ഓർ മൈനസ് y. x കണ്ടുപിടിക്കണം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ, എല്ലാത്തിനും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ n പൈ, ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 പോകും, ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴോ π/6 എന്ന് കിട്ടും. ഓക്കെ, n ബിലോങ്സ് ടു ഇന്റിജേഴ്സ്. അപ്പൊ രണ്ട് ജനറൽ സൊല്യൂഷൻ കിട്ടി, ഒന്ന് ഇതും കിട്ടും, അതുപോലെ x ഈക്വൽ ടു ഇതും കിട്ടും. ഓക്കെ, അപ്പൊ ഇത് പ്രത്യേകം നോട്ട് ചെയ്തോളണം. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, then next, the minute hand of a watch 3 centimeter long. അപ്പോ ഒരു വാച്ചിന്റെ മിനിറ്റ് ഹാൻഡ് 3 സെന്റിമീറ്റർ ആണ് അതിന്റെ ലെങ്ത്. ഹൗ ഫാർ ഡസ് ഇറ്റ്സ് ടിപ്പ് മൂവ് ഇൻ 40 മിനിറ്റ്? 40 മിനിറ്റ് കൊണ്ട് അതിന്റെ ടിപ്പ് ഇത് ഇവിടുന്ന് ഇപ്പൊ മൂവ് ചെയ്തു എന്ന് വിചാരിക്കാം. മൂവ് ചെയ്ത് 40 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടേക്ക് എത്തും അല്ലെ, ഇവിടെ എത്തും. അവിടെ വരെ മൂവ് ചെയ്തപ്പോ അത് കവർ ചെയ്തിരിക്കുന്ന ലെങ്ത്, ഈ ലെങ്ത് കാണണം, ഈ ആർക്കിന്റെ ലെങ്ത്, ഈ ലെങ്ത്, ഇത്രയും ലെങ്ത്, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഈ ലെങ്ത്. ഓക്കെ, ഇത്രയും ലെങ്ത്, ഈ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ഒരു സർക്കിളിന്റെ ആർക്കിന്റെ ലെങ്ത് ഈക്വൽ ടു r ഇൻറ്റു തീറ്റ റേഡിയൻ എന്ന് വിളിച്ചിട്ടുണ്ട്. സർക്കിളിന്റെ റേഡിയസ് ഇൻറ്റു തീറ്റ റേഡിയൻ. തീറ്റ റേഡിയൻ എന്ന് പറയുമ്പോൾ ഇത് ഈ ആംഗിൾ എടുക്കണ്ടേ, ഈ ആംഗിൾ ആണ് ഇവിടെ തീറ്റ റേഡിയൻ വന്നത്. റേഡിയസ് എത്രയാ? മിനിറ്റ് ഹാൻഡ് ഓഫ് എ വാച്ച്. ഇതിന്റെ മിനിറ്റ് ഹാൻഡിന്റെ ഈ ലെങ്ത്, ഇതല്ലേ സർക്കിൾ റേഡിയസ് ആയിട്ട് വരുന്നത്, 3 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇനി തീറ്റ റേഡിയൻ എങ്ങനെ കണ്ടുപിടിക്കും? തീറ്റ റേഡിയൻ, ഈ മിനിറ്റ് ഹാൻഡ് ഇവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ വരുത്തുമ്പോ, അതായത് ഈ മിനിറ്റ് ഹാൻഡ് 60 മിനിറ്റ് ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇവിടം വരെ എത്തുമ്പോ 60 മിനിറ്റ് ആവൂലേ? ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ കഴിയുമ്പോ 60 മിനിറ്റ്. അപ്പോ ഇൻ 60 മിനിറ്റ്, 60 മിനിറ്റ് കൊണ്ട് അത് റൊട്ടേറ്റ് ചെയ്യുന്നത് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും അല്ലെ. ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇവിടം വരെ എത്തുമ്പോ 360 ഡിഗ്രി കവർ ചെയ്യും എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് കൊണ്ട്. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റ് കൊണ്ട്, ഇൻ 1 മിനിറ്റ്, ദ മിനിറ്റ് ഹാൻഡ് ടേൺ 360/60 ഈക്വൽ ടു 6 ഡിഗ്രി കുറയും ഒറ്റ മിനിറ്റ് കൊണ്ട്, 1 മിനിറ്റ് കൊണ്ട്. അങ്ങനെയാണെങ്കിൽ 40 മിനിറ്റ് ഉണ്ടോ? therefore in 40 മിനിറ്റ്, 40 മിനിറ്റ് കൊണ്ട് 40 ഇൻറ്റു 6, 240 ഡിഗ്രി കവർ ചെയ്യും, 240 ഡിഗ്രി. അപ്പൊ 40 മിനിറ്റ് കൊണ്ട് ഇവിടെ കവർ ചെയ്തിരിക്കുന്ന ഡിഗ്രി മെഷർ 240 ഡിഗ്രിയാണ്. അപ്പൊ ഇത് 240 ഡിഗ്രി ഇൻറ്റു
പൈ ബൈ 180 ചെയ്യണം അല്ലെ, റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യണ്ടേ. അപ്പോ ആർക്കിന്റെ ലെങ്ത് ഈക്വൽ ടു r ഇൻറ്റു 3 ഇൻറ്റു 240 ഇൻറ്റു പൈ ബൈ 180. പൈ ഈക്വൽ ടു 3.14 എന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏതൊക്കെ ക്യാൻസൽ ചെയ്യാം? ഈ 0 ക്യാൻസൽ ചെയ്യാം. 6 കൊണ്ട് ഇതിന് ഡിവൈഡ് ചെയ്യാം. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 4 കിട്ടും. ഇവിടെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടും അല്ലെ. ദെൻ 3യും 3 ക്യാൻസൽ ചെയ്യാം, ബാക്കി 4 പൈ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു പൈക്ക് 3.14 എന്ന് കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. 4 ഇൻറ്റു പൈക്ക് 3.14 മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോഴോ 4 4s are 16, ഇത് 5, പിന്നെ 12.56 സെന്റിമീറ്റർ കിട്ടും. അത്രയും ഡിസ്റ്റൻസ് ആണ് ഇത് കവർ ചെയ്യുന്നത്, ആർക്ക് ലെങ്ത് കിട്ടുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൺ ഷോ ദാറ്റ് tan x into tan 2x into tan 3x equal to tan 3x minus tan 2x minus tan x. അങ്ങനെ പ്രൂവ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോ നമുക്കറിയാം tan ഓഫ് എക്സ് പ്ലസ് വൈയുടെ ഫോർമുല. അപ്പൊ ഇവിടെ tan 3x എന്ന് പറയുന്നത് tan ഓഫ് എക്സ് പ്ലസ് 2x എന്ന് കൊടുക്കാം. tan 3x ഈക്വൽ ടു tan ഓഫ് എക്സ് പ്ലസ് 2x എന്ന് എഴുതാലോ. ഇപ്പൊ ഇത് ഏത് ഫോമായി? tan ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന ഫോമായി. tan ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ tan എക്സ് പ്ലസ് tan വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് tan എക്സ് ഇൻറ്റു tan വൈ. tan ഓഫ് എക്സ് പ്ലസ് വൈ, tan എക്സ് പ്ലസ് tan വൈ ബൈ 1 മൈനസ് tan എക്സ് ഇൻറ്റു tan വൈ. tan 3x ഈക്വൽ ടു, ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ ഈ ടൈം പുറത്തേക്ക് കൊണ്ടുവരുന്നത് മാത്രം അല്ലെ. tan 3x ഇൻറ്റു 1 മൈനസ് tan x ഇൻറ്റു tan 2x ഈക്വൽ ടു tan x പ്ലസ് tan 2x. ഈ tan 3x അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. tan 3x ഇൻറ്റു 1 tan 3x കിട്ടും, മൈനസ് tan x ഇൻറ്റു tan 2x ഇൻറ്റു tan 3x ഈക്വൽ ടു tan x പ്ലസ് tan 2x. ഇനി ഈ ടൈം അപ്പുറത്ത് കൊണ്ടുപോയിട്ട് tan x ഉം tan 2x ഉം പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പൊ ഈ tan 3x അങ്ങനെ തന്നെ ഇവിടെ തന്നെ ഉണ്ട്. ആ tan 2x പുറത്തുകൊണ്ടിരുമ്പോ മൈനസ് tan 2x എന്ന് വരും, മൈനസ് tan x അല്ലെ, ഇതും പുറത്തേക്ക് കൊണ്ടുവരണം. ഇവിടെ മൈനസ് tan x ഇൻറ്റു tan 2x ഇൻറ്റു tan 3x അപ്പുറത്ത് പോകുമ്പോ പ്ലസ് ആവും അല്ലെ. tan x ഇൻറ്റു tan 2x ഇൻറ്റു tan 3x. അങ്ങനെയല്ലേ പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. നോക്കി, tan x ഇൻറ്റു tan 2x ഇൻറ്റു tan 3x ഈക്വൽ ടു tan 3x മൈനസ് tan 2x മൈനസ് tan x. ഓക്കെ, അപ്പൊ ഇതേപോലെയാണ് പ്രൂവ് ചെയ്യുന്നത്. ഇതേപോലെ കോട്ടിന്റെ വന്നാൽ ഇതിന് തന്നെ കേട്ടോ ചെയ്യേണ്ടത്, അത് നോക്കിക്കൊള്ളണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രൂവ് ദാറ്റ് cos 3x പ്ലസ് cos 7x മൈനസ് cos 2x ബൈ sin 7x മൈനസ് sin 3x മൈനസ് sin 2x cot 2x. അപ്പോ ഇവിടെ നമ്മൾ cos 7x പ്ലസ് cos 3x അത് ഒരുമിച്ച് എഴുതാം, മൈനസ് cos 2x. കാരണം ഇത് രണ്ടും ഓഡ് നമ്പറുകളാണ്, 7ഉം 3ഉം അല്ലെ. അപ്പൊ ആ രണ്ട് ടൈം ഒരുമിച്ച്, അതുപോലെ ഇവിടെ അതുപോലെ ഡിനോമിനേറ്ററിൽ ബൈ sin 7x മൈനസ് sin 3x മൈനസ് sin 2x ഈക്വൽ ടു, ഇവിടെ cos x പ്ലസ് cos y എന്ന് പറയുന്ന ഫോം അല്ലേ, അവിടെ ഫോർമുല ഏത് അപ്ലൈ ചെയ്യണം? 2 cos x പ്ലസ് y ബൈ 2 ഇൻറ്റു cos ഓഫ് x മൈനസ് y ബൈ 2 ദാറ്റ് ഈസ് 7x മൈനസ് 3x ബൈ 2 മൈനസ് ഈ cos 2x അങ്ങനെ തന്നെ. അതേപോലെ ഡിനോമിനേറ്ററിൽ sin x മൈനസ് sin y എന്ന് പറയുന്ന ഫോം അല്ലേ, അവിടെ 2 cos ഓഫ് x പ്ലസ് y ബൈ 2 ഇൻറ്റു sin ഓഫ്
എക്സ് മൈനസ് വൈ ബൈ 2 മൈനസ് സൈൻ 2x അങ്ങനെ തന്നെ ഈക്വൽ ടു സിംപ്ലിഫൈ ചെയ്തെഴുതുക. ദാറ്റ് ഈസ് 2 കോസ് 7ഉം 5ഉം 7ഉം 3 ആഡ് ചെയ്യുമ്പോൾ 8 വരും അല്ലെ 10 വരും. 10 ബൈ 2 എന്ന് പറയുമ്പോൾ 5x കിട്ടും. ഇവിടെയോ 7x മൈനസ് 3x 4x 4x ബൈ 2 എന്ന് പറയുമ്പോൾ 2x കിട്ടും മൈനസ് കോസ് 2x അങ്ങനെ തന്നെ ബൈ ഡിനോമിനേറ്ററിൽ 2 കോസ് 5x ഇൻറ്റു സൈൻ 2x മൈനസ് സൈൻ 2x. ഇപ്പോ ഇവിടെ വെച്ച് ഇത് രണ്ടും ഇങ്ങനെ ക്യാൻസൽ ചെയ്യരുത്, കാരണം ഇവിടെ ഇടയ്ക്ക് നെഗറ്റീവ് ഉണ്ട്, മൈനസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇടയ്ക്ക് നെഗറ്റീവോ പോസിറ്റീവോ ഉണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കളയാൻ പാടില്ല. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിൽ കോമൺ ആയിട്ട് കോസ് 2x പുറത്തേക്ക് എടുക്കുക. അപ്പോ കോസ് 2x ന്യൂമറേറ്ററിൽ നിന്ന് പുറത്തെടുക്കുമ്പോ ഇവിടെ 2 കോസ് 5x വരും. 2 കോസ് 5x മൈനസ് ഇവിടെ കോസ് 2x എടുത്ത് അവിടെ 1 കിട്ടും ബൈ. ഇനി ഡിനോമിനേറ്ററിലോ സൈൻ 2x രണ്ടിലും കോമൺ ആണ്, അത് പുറത്തേക്ക് എടുക്കാം. സൈൻ 2x പുറത്തേക്ക് എടുക്കുമ്പോ ബാക്കി ഇവിടെ 2 കോസ് 5x 2 കോസ് 5x മൈനസ് 1. അപ്പൊ ഇതിനകത്ത് 2 കോസ് 5x മൈനസ് 1 2 കോസ് 5x മൈനസ് 1 ഇപ്പൊ കോമൺ അല്ലേ നോക്കിയാൽ. ഇത് കോസ് 2x ഇൻറ്റു എന്നാ, അത്ര ടൈം ഇൻറ്റു ആ. അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു. കോസ് 2x ബൈ സൈൻ 2x കോട്ട് 2x എന്ന് കോട്ട് 2x. ഓക്കെ, അങ്ങനെയാണ് ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നത്.